ഹായ് പാട്രിയറ്റ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ജിയോ ഹോട്ട്സ്റ്റാറിൽ പ്രകാശ് വർമ്മയും പാട്രിയറ്റ് എന്ന സിനിമയിലെ താരങ്ങളും സംവിധായകനും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും ചേർന്നുള്ള ഒരു ചാറ്റ് ഷോ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, സമയം പോകുന്നത് അറിയില്ല. ആ ഷോ കാണുമ്പോൾ രസകരമായിട്ടാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. ചാക്കോച്ചനായാലും ഫഹദായാലും ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഓരോരുത്തരും ഗംഭീരമാക്കി ഒരു സിനിമ കാണുന്നത് പോലെയാണ് ആ ചാറ്റ് ഷോ നമ്മൾ കണ്ടത്. അതിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, സിനിമ എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് വ്യക്തമാവും. സിനിമ മികച്ചതായി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ക്യാരക്ടറിനും കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. ഈ കഥ തയ്യാറായതിനു ശേഷം ഇതിന്റെ സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണൻ മമ്മൂട്ടിയെയാണ് ആദ്യം സമീപിച്ചത്. മമ്മൂട്ടിയോട് കഥ പറഞ്ഞു എന്നാണ് സംവിധായകൻ പറയുന്നത്. കാരണം മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സിനിമയിലെ കഥ കേട്ട ശേഷം മമ്മൂട്ടി പറഞ്ഞു ഇന്ന ക്യാരക്ടർ ആരാണ് ചെയ്യുന്നത്. അപ്പോ മഹേഷ് നാരായണൻ അത് ചാക്കോച്ചനാണ്, മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ അത് ഫഹദ് ഫാസിലാണ് എന്ന് മഹേഷ് നാരായണൻ മമ്മൂട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ മമ്മൂട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു സംശയമുണ്ട്. ഇത് വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണ്. അതായത് മലയാളത്തിലെ സാധാരണ സിനിമകൾ പോലെയല്ല. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സാധാരണ സിനിമകൾ എന്ന് പറയുന്നത് ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളാണ്. പക്ഷെ ഇത് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ അത് നാഷണൽ ലെവൽ റീച്ച് ആവണം. അതിന് മറ്റൊരു താരം കൂടി ഇതിലേക്ക് വരണം. എന്നാൽ മാത്രമേ ഇത്രയും വലിയ തുക തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് പാൻ ഇന്ത്യൻ രീതിയിൽ റീച്ച് ആവണം. അതിനുവേണ്ടി മറ്റു ഭാഷയിലെ താരങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താൻ മഹേഷ് നാരായണൻ ശ്രമിച്ചിരുന്നു. മമ്മൂട്ടി ഈ കഥ വായിച്ചതിന് ശേഷം ആ കഥയിലെ ഏറ്റവും ക്രൂഷ്യലായ ഒരു വേഷം അതാരാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം മഹേഷ് നാരായണനോട് ചോദിക്കുന്നു. അപ്പോൾ മഹേഷ് നാരായണൻ ഈ ചിന്തയിൽ, അതായത് ഇതൊരു നാഷണൽ ലെവൽ റീച്ച് വരണം, പാൻ ഇന്ത്യൻ രീതിയിൽ റീച്ച് ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മറ്റു ഭാഷയിലെ ഒരു താരത്തെ കൊണ്ടുവരാൻ. അപ്പോഴാണ് മമ്മൂട്ടി പറയുന്നത് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, നമ്മൾക്ക് ഒരു താരമില്ലേ എന്നുള്ളൊരു കാര്യം മമ്മൂട്ടിയാണ് പറയുന്നത്. അതായത് ആ ഗംഭീര വേഷം നമ്മൾക്ക് മോഹൻലാലിനോട് പറഞ്ഞു നോക്കാം, ഒന്ന് പറഞ്ഞു നോക്കൂ എന്ന് മഹേഷ് നാരായണനോട് പറയുന്നു മമ്മൂട്ടി. അങ്ങനെ മഹേഷ് നാരായണൻ മോഹൻലാലിനോട് കഥ പറയുന്നു. മോഹൻലാലിന് ആ കഥാപാത്രം ഇഷ്ടമാവുന്നു. അങ്ങനെയാണ് ഈ സിനിമയിൽ മോഹൻലാലും വരുന്നത്. ഈ സിനിമ ഒരു നാഷണൽ ലെവൽ റീച്ച് ആവാൻ വേണ്ടി, അതായത് വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. ആ ബഡ്ജറ്റ് തിരിച്ചു പിടിക്കണമെങ്കിൽ വലിയ രീതിയിൽ റീച്ച് ആവണം. അതിന് മറ്റൊരു ഭാഷയിലെ താരത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ മമ്മൂട്ടിയാണ് പറഞ്ഞത് എന്തിനാണ് മറ്റു ഭാഷയിലെ താരങ്ങളെ തേടി പോകുന്നത്, നമ്മൾക്കില്ലേ അത്തരമൊരു താരം, ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ, അതാണ് മോഹൻലാൽ. തീർച്ചയായും മോഹൻലാലിനെ കൊണ്ടുവന്ന തീരുമാനം വളരെ നല്ല തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഹൻലാൽ എന്ന നടന് വലിയ രീതിയിൽ മാർക്കറ്റ് ഉണ്ട്. അതായത് വിദേശത്ത് മോഹൻലാലിന്റെ സിനിമകളുടെ കളക്ഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമാണ്. വലിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നുണ്ട് സംവിധായകൻ. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലൂടെയാണ് ഈ കഥ സഞ്ചരിക്കുന്നത്. പക്ഷെ ഓരോരുത്തർക്കും, ചാക്കോച്ചനായാലും ഫഹദിനായാലും കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ കയ്യടി ലഭിക്കുന്ന കഥാപാത്രം അത് മോഹൻലാലിൻ്റെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് മമ്മൂട്ടി ചിത്രമാണ്, ഇത് മോഹൻലാൽ ചിത്രമാണ്, ഇത് ഫഹദ് ചിത്രമാണ്, ഇത് കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണൻ കൃത്യമായി ഈ ചാറ്റ് ഷോയിൽ പറയുന്നുണ്ട് ഇതൊരു മമ്മൂക്ക ലാൽസാർ ചിത്രമാണ് എന്ന്. അതായത് ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ ചിത്രമാണ് എന്ന് സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണൻ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരാളുടെ സിനിമയല്ല, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമയാണ്. അതുപോലെ തന്നെ ഫഹദിന്റെയും ചാക്കോച്ചന്റെയും സിനിമയാണ്. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, സിനിമ മികച്ചതായി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. എന്തായാലും സിനിമ പാൻ ഇന്ത്യൻ രീതിയിൽ റീച്ച് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മമ്മൂട്ടി ആഗ്രഹിച്ചതുപോലെ നാഷണൽ ലെവൽ റീച്ച് ഈ സിനിമയ്ക്ക് കിട്ടട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.